Question paper revision, chapter 15, waves, part 3. A woman is traveling in a car at a speed of 25 meter per second. Woman speed തന്നിട്ടുണ്ട്. She is moving away from source producing sound of 512 hertz. അപ്പോൾ സൗണ്ടിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, സോഴ്സിന്റെ ഫ്രീക്വൻസി. Calculate the frequency of sound heard by ear. Apparent frequency ആണ് കാണേണ്ടത്. Speed of sound in air തന്നിട്ടുണ്ട് 340 meter per second. ഇവിടെ apparent frequency Doppler effect നമുക്കറിയാം nu dash is equal to nu into v minus vl divided by v minus vs ആണ്. അപ്പോൾ ഇവിടെ ഓരോന്നിന്റെ വാല്യൂ നോക്കുക. v എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റില് ഫ്രീക്വൻസി nu ആണ്. ഫ്രീക്വൻസി ഓഫ് സൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് തന്നിട്ടുള്ളത്? 512 ഹെർട്സ് ആണ്. അത് നമ്മൾ എഴുതി. ഇനി v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് വന്നിട്ട് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി vl എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലിസണർ അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഒബ്സർവർ ആണ്. അത് ഇവിടെ ആരാണ് ഒബ്സർവ് ചെയ്യുന്നത്? വുമൺ ആണ്. അവരുടെ സ്പീഡ് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ vs എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സോഴ്സ് ആണ്. ഇവിടെ സോഴ്സിന്റെ വെലോസിറ്റി തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ സോഴ്സ് അറ്റ് റെസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി 0 കൊടുക്കാം. ഇനി നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു 512 ഇൻറ്റു 340 മൈനസ് 25 ഡിവൈഡഡ് ബൈ 340 മൈനസ് 0. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 474.35 ഹെർട്സ്. നെയിം ദ ഫിനോമിന ദാറ്റ് എക്സ്പ്ലെയിൻ ദിസ് വേരിയേഷൻ ഇൻ ഫ്രീക്വൻസി. അപ്പൊ ഏത് ഫിനോമിന ആണ് ഈ ഫ്രീക്വൻസി കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഡോപ്ലർ എഫക്റ്റ്. അടുത്തത് ഡ്രോ ദ സെക്കൻഡ് ഹാർമോണിക് ഓഫ് എൻ ഓപ്പൺ പൈപ്പ്, ബോത്ത് ആൻഡ് ഓപ്പൺ, മാർക്ക് നോഡ് ആൻഡ് ആന്റിനോഡ് ഇൻ ദ ഫിഗർ. അപ്പോൾ ഓപ്പൺ പൈപ്പിലെ സെക്കൻഡ് ഹാർമോണിക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോഡ് ആന്റിനോഡ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതാണ് ആ ഫിഗർ. എ എന്ന് അടയാളപ്പെടുത്തിയത് ആന്റിനോഡ് ആണ്. എൻ എന്ന് അടയാളപ്പെടുത്തിയത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? നോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്തത് ഇൻ റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് വി ക്യാൻ ഹിയർ മാക്സിമം സൗണ്ട് അറ്റ് സർട്ടൈൻ ഹൈറ്റ്. ദിസ് ഈസ് ഡ്യൂ ടു ഫിനോമിനൻ ഓഫ് റെസൊണൻസ്. റെസൊണൻസ് കോളം എന്താന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓപ്പൺ പൈപ്സ് ആർ പ്രിഫേർഡ് ടു ക്ലോസ്ഡ് പൈപ്സ് ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. വൈ? അപ്പൊ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ഓപ്പൺ പൈപ്പാണ് പ്രിഫർ ചെയ്യുന്നത് ക്ലോസ്ഡ് പൈപ്പിനേക്കാൾ. എന്താ കാരണം? ഇൻ ഓപ്പൺ പൈപ്സ് ആൾ ഹാർമോണിക്സ് ആർ പ്രസന്റ്. എല്ലാ ഹാർമോണിക്സും പ്രസന്റ് ആണ്, അതായത് എല്ലാ ഫ്രീക്വൻസീസും പ്രസന്റ് ആണ്. സോ വി ക്യാൻ ഹിയർ ഓൾ സൗണ്ട്സ്, എല്ലാ സൗണ്ടും കേൾക്കാൻ സാധിക്കും. ബട്ട് ഇൻ ക്ലോസ്ഡ് പൈപ്പ് ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പ്രസന്റ്. ക്ലോസ്ഡ് പൈപ്പില് റേഷ്യോ ഫ്രീക്വൻസീസ് 1:3:5 ആണ്. ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ സൗണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ഓപ്പൺ പൈപ്പിലാണെങ്കിൽ റേഷ്യോ ഫ്രീക്വൻസി 1:2:3 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എല്ലാ ഹാർമോണിക്സും പ്രസന്റ് ആണ്. ഷോ ദാറ്റ് ഫോർ എ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ദ ഫ്രീക്വൻസി ആർ ഇൻ ദ റേഷ്യോ nu1:nu2:nu3 is equal to 1:3:5. ക്ലോസ്ഡ് പൈപ്പില് റേഷ്യോ ഫ്രീക്വൻസീസ് 1:3:5 ആണെന്ന് പ്രൂവ് ചെയ്യാണ്. എന്നുള്ള ഫിഗർ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ലെങ്ത് L ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇതേ ചോദ്യം നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ L is equal to lambda 1/4 ആണ്. അതിൽ നിന്ന് lambda 1 is equal to 4L. അപ്പൊ നമുക്ക് nu1 is equal to v by lambda 1 is equal to v by 4L. ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ L is equal to നമുക്കറിയാം 3 lambda 2/4 ആണ്. അപ്പൊ lambda 2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 4L/3. ഇതിൽ നമ്മൾ nu2 is equal to v by lambda 2 is equal to v by 4L/3. 3 നേരെ മുകളിലേക്ക് വന്നു. അപ്പൊ 3 into v by 4L. ഇവിടെ v by 4L ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ v by 4L ആണ്. ഇതിന്റെ വാല്യൂ എത്രയാണ്? nu1 ആണ്. അപ്പൊ v by 4L ന് പകരം നമ്മൾ nu1 കൊടുത്തു. നമുക്ക് nu2 is equal to 3 nu1 കിട്ടി. മൂന്നാമത്തെ കേസിൽ ഏതാ വരുന്നത്? L is equal to 5 lambda 3/4 ആണ്. അപ്പൊ lambda 3 is equal to 4L/5 കിട്ടി. nu3 is equal to v by lambda 3 is equal to v by 4L/5 is equal to 5 into v by 4L is equal to 5 nu1. അപ്പോൾ റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഏതാ വരുന്നത്? nu1:nu2:nu3 is equal to 1:3:5. The pitch of the siren of a fire engine increases as it approaches a boy standing at the bus stop. This phenomenon behind it is due to dash. അപ്പൊ ഫയർ എഞ്ചിന്റെ സൈറന്റെ പിച്ച് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഏത് ഫിനോമിനൻ ആണ്? നമുക്കറിയാം ഏതാണ്? ഡോപ്ലർ എഫക്റ്റ്. Obtain a general expression for apparent frequency of siren heard by the boy. നമ്മൾ apparent frequencyക്കുള്ള ഡോപ്ലർ എഫക്റ്റിലെ ഡെറിവേഷൻ ആണ്.
If the source, medium and listener are moving in same direction, സോഴ്സും മീഡിയവും ലിസണറും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വി പ്ലസ് വി എം മൈനസ് വി എസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അപ്പാരന്റ് വേവ് ലെങ്ത് കാണാം. ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ഫ്രീക്വൻസി ആണ്. അപ്പൊ വി പ്ലസ് വി എം മൈനസ് വി എസ് ഡിവൈഡഡ് ബൈ ന്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ലിസണർ എത്രയായിരിക്കും ഇസ് ഈക്വൽ ടു വി പ്ലസ് വി എം മൈനസ് വി എൽ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അപ്പാരന്റ് ഫ്രീക്വൻസി ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു വി പ്ലസ് വി എം മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ ലാംഡ ഡാഷ്. അപ്പൊ ഇവിടെ ഈ ലാംഡ ഡാഷിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു വാല്യൂ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ അപ്പാരന്റ് ഫ്രീക്വൻസിക്കുള്ള എക്സ്പ്രഷൻ കിട്ടി. ഏതാണ് ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി പ്ലസ് വി എം മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി പ്ലസ് വി എം മൈനസ് വി എസ്. All velocities along the direction source to listener are taken as positive. സോഴ്സിൽ നിന്ന് ലിസണറിലേക്കുള്ള ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. All velocities along the direction listener to source are taken as negative. അപ്പൊ ലിസണർ ടു സോഴ്സ് ആണ് ഡയറക്ഷൻ വെലോസിറ്റിയുടെ എങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. അടുത്തത് the equation for a wave is given below. Y is equal to a sin kx plus omega t. It is a traveling wave or stationary wave. ഏത് വേവ് ആണത്? ട്രാവലിംഗ് വേവ് ആണ്. Draw stationary wave in a stretched string in the second harmonic. സെക്കൻഡ് ഹാർമോണിക്കിലെ സ്റ്റേഷനറി വേവിന്റെ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്ര സെഗ്മെന്റ് ഉണ്ടാവും? 2 സെഗ്മെന്റ് ഉണ്ടാവും. ഇതാണ് ഫിഗർ. Show that the fundamental frequency of an open pipe is twice the fundamental frequency of closed pipe of same length. അപ്പൊ ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇരട്ടി ആയിരിക്കും ക്ലോസ്ഡ് പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് തെളിയിക്കുക. രണ്ട് ലെങ്ത് എന്താണ്? സെയിം ആണ്. ഇപ്പൊ ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ ഫണ്ടമെന്റൽ മോഡ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് L is equal to ലാംഡ 1/4 ആണ്. അപ്പൊ ലാംഡ 1 is equal to 4L ആണ്. ഇതിൽ നിന്ന് ഫ്രീക്വൻസി ന്യൂ 1 is equal to V by ലാംഡ 1 is equal to V by 4L വന്നു. ഇനി ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ ഫിഗർ വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് L is equal to ലാംഡ ബൈ 2 ആണ്. ലാംഡ 2/2 എന്ന് കൊടുക്കാം, സെക്കൻഡ് കേസ് ആയതുകൊണ്ട്. അപ്പൊ ലാംഡ 2 is equal to നമുക്ക് എന്ത് കിട്ടി? 2L കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ന്യൂ 2 is equal to V by ലാംഡ 2 ആണ്, is equal to V by 2L ആണ്. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ന്യൂ 2 is equal to ഇവിടെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 2 into V by 4L എന്നാക്കി മാറി. V by 4L ന്റെ വാല്യൂ എത്രയാണ്? ന്യൂ 1 ആണ് നമ്മളിവിടെ കണ്ടു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 ന്യൂ 1. അപ്പൊ ന്യൂ 2 is equal to എന്താണെന്ന് തെളിയിച്ചു? 2 ന്യൂ 1 ആണെന്ന് തെളിയിച്ചു.